താങ്ങാൻ പറ്റാത്ത ഊർജ്ജം എൻ്റെ ശരീരത്തിൽ. എന്തുകൊണ്ടായിരുന്നു എനിക്കറിയില്ല. അത് സത്യം പറഞ്ഞാൽ രണ്ട് തടാകങ്ങൾ അടുത്തടുത്ത് രാവണൻ തപസ് ചെയ്ത് അങ്ങനെ പറയുന്നുണ്ട്. അതെന്ന് വെച്ചാൽ അവിടെ ഒരു നെഗറ്റീവ് എനർജി, അവിടെ ആ ഒരു തടാകത്തിൽ ജീവജാലങ്ങളൊന്നുമില്ല. പക്ഷെ ഇവിടെ ജീവനുണ്ട്, മീനുകളുണ്ട്. ബ്രഹ്മമുഹൂർത്തത്തിൽ ദേവകൾ കുളിക്കാൻ വരുന്ന സ്ഥലമാണ്. അപ്പം എന്തൊക്കെയോ ഉണ്ട് കേട്ടോ, അവിടെ ഒരു എനർജിയുടെ ഒരു പ്രസൻസ് ഉണ്ട്. യമദ്വാർ, അതാണ് അടുത്ത കൈലാസത്തിൻ്റെക്കുള്ള യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് യമദ്വാർ. അതായത് യമന്റെ വാതിൽ. അത് കടന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഹിന്ദു വിശ്വാസം അനുസരിച്ച് കാല് തൊട്ട് പെരുക്കാൻ തുടങ്ങി. കാല് തൊട്ട് നമ്മൾ ഇലക്ട്രിക് ഷോക്ക് അടിക്കുന്ന പറഞ്ഞില്ലേ, ഷോക്ക് അടിക്കുമ്പോൾ നമുക്ക് താങ്ങാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഇങ്ങനെ പെരുക്കുന്ന സമയത്ത് ഈ കാലും കയ്യും ഒക്കെ ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയില്ല. ഇതേപോലെ ശരീരം മുഴുവനും ഷോക്ക് അടിച്ചൊരവസ്ഥ. പെരുക്കുകയാണ്. എന്നിട്ട് കൈയുടെയൊക്കെ ഭാരം ഇങ്ങനെ കൂടിയിട്ട് എനിക്ക് കൈ താങ്ങാൻ പറ്റുന്നില്ല. ഇങ്ങനെ കൈ രണ്ടും ഇങ്ങനെ പിടിച്ചിട്ട് ഭയങ്കര വെയിറ്റ്. അപ്പോൾ എൻ്റെ കൂടെ ഇരുന്നൊരു ചേച്ചിയുണ്ട്. അപ്പോൾ ആ ചേച്ചിയാണ് എൻ്റെ കൂടെ എപ്പോഴും ഉള്ളത്. ഞാൻ പറഞ്ഞു, ചേച്ചി എനിക്ക് പറ്റുന്നില്ല, എൻ്റെ കൈയൊക്കെ ഇങ്ങനെ കരണ്ടടിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു, എനിക്ക് എൻ്റെ കയ്യിലേക്ക് തന്നേക്കൂ എന്ന് പറഞ്ഞിട്ട് ചേച്ചി എൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുമ്പോൾ ചേച്ചി പറയാണ്, എൻ്റെ കയ്യിൽ നിന്ന് ചേച്ചിയുടെ കയ്യിലേക്ക് ആ ഷോക്ക്, ആ ഒരു എനർജി പാസ് ചെയ്യുക. അപ്പോൾ കുറേ നേരം എങ്ങനെ ഇരുന്നു. എനിക്ക് തോന്നുന്നു ആ സെയിം അവസ്ഥ പിറ്റേ ദിവസം ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം നമുക്ക് റെസ്റ്റ് ആയിരുന്നു. ആ ദിവസവും പിറ്റേ ദിവസവും നമ്മൾ കൈലാസത്തിലേക്ക് പോയി ആ പരിക്രമണം ചെയ്യുന്നത് വരെ താങ്ങാൻ പറ്റാത്ത ഊർജ്ജം എൻ്റെ ശരീരത്തിൽ. എന്തുകൊണ്ടായിരുന്നു എനിക്കറിയില്ല. അത് സത്യം പറഞ്ഞാൽ അത് ഞാനിങ്ങനെ പലരോടും ചോദിച്ചു, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞാനിത് പറയുന്നില്ല. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല, കുഴപ്പമൊന്നുമില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ സംഭവം എന്നറിയില്ല. ഞാൻ കിടക്കുമ്പോഴാകട്ടെ ഇരിക്കുമ്പോഴാകട്ടെ എനിക്ക് മേല് മൊത്തം ഇങ്ങനെ പെരുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. സാധാരണ ഇരിക്കുന്ന ഈ ശരീരത്തിൽ ഇങ്ങനെ ഷോക്ക് അടിച്ചുകൊണ്ടിരുന്ന എന്ത് ചെയ്യും? അപ്പോൾ ഈ ചേച്ചിയായിരുന്നു എൻ്റെ റൂംമേറ്റും, കോട്ടയത്തുള്ളൊരു പ്രിയ ചേച്ചിയാണ്. ചേച്ചിയാണ് എന്നെ മൊത്തം സഹിച്ചത്. ശരിക്കും ഞാൻ പറഞ്ഞു, ചേച്ചി എനിക്ക് പറ്റുന്നില്ല ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിടിക്കും. എന്നിട്ട് ഞാനിങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല, എനർജി താങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ചേച്ചി എന്നിട്ട് കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്ന ഞങ്ങളിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, പിന്നെ നമ്മളുടെ ഈ എനർജിയിൽ തന്നെ എനർജി ഹീലിങ്ങിൽ തന്നെ ഗ്രൗണ്ടിങ് ചെയ്യുക, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ചെയ്തിരുന്നിട്ട് കൈലാസ പരിക്രമണം ചെയ്ത് നടക്കാൻ തുടങ്ങി. യമദ്വാരെല്ലാം കഴിഞ്ഞ് നടക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ പെരുപ്പൊക്കെ മാറി സാധാരണ അവസ്ഥയിലേക്ക് ശരീരം വന്നു. എന്തായിരുന്നു ഈ മാനസ സരോവറിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്? ശരിക്കും മാനസ സരോവർ എന്ന് പറയുന്നത് ജീവന്റെ തടാകം കൂടിയാണ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ അടുത്ത് തന്നെ രാക്ഷസ്ഥാലുണ്ട്. രണ്ട് തടാകങ്ങൾ അടുത്തടുത്ത് രാവണൻ തപസ് ചെയ്ത് അങ്ങനെ പറയുന്നുണ്ട്. അതെന്ന് വെച്ചാൽ അവിടെ ഒരു നെഗറ്റീവ് എനർജി, അവിടെ ആ ഒരു തടാകത്തിൽ ജീവജാലങ്ങളൊന്നുമില്ല. പക്ഷെ ഇവിടെ ജീവനുണ്ട്, മീനുകളുണ്ട്, അരയന്നങ്ങളുണ്ട്. അതുപോലെ ആ നീല നിറം, ശരിക്കും അതാണ് ഒരു ഭംഗി. അത് നമുക്ക് പറയാൻ വാക്കുകൾ കിട്ടില്ല ആ ഒരു മാനസ സരസിൻ്റെ ആ ഒരു ഭംഗിയെക്കുറിച്ച്. ഇങ്ങനെ അത് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ എത്ര നേരം വേണമെങ്കിലും നമുക്ക് അങ്ങനെ ഇങ്ങനെ നിന്നു പോകും. മാത്രമല്ല ഈ മാനസ സരസ് ശാന്തമായ തടാകം. അതുകൊണ്ട് തന്നെ ആകണം ശരിക്കും ബ്രഹ്മാവ് അത് സൃഷ്ടിച്ചപ്പോൾ മനസ്സുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ആ തടാകം സൃഷ്ടിച്ചിരിക്കുന്നത്. മനസ്സ് ശാന്തമാകുമ്പോൾ നമ്മൾ പറയില്ലേ റിഫ്ലക്ഷൻ ഉണ്ടാകുമെന്ന്. ഇതുപോലെയാണ് മാനസ സരസ്. ശാന്തമായ തടാകത്തിൽ നമുക്ക് റിഫ്ലക്ഷൻ കാണാം. അതുമാത്രമല്ല, പണ്ട് മാനസ സരസിൽ കുളിക്കാനൊക്കെ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് പറ്റില്ല. നമുക്ക് ജലം എടുത്തിട്ട് തർപ്പണം ചെയ്യാം, നമുക്ക് ആ ജലം എടുത്തുകൊണ്ട് വരാം. അതുപോലെ മാനസ സരസിലെ കല്ലുകൾ, അതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മൾ പറയാറുണ്ട് ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ ദേവകൾ കുളിക്കാൻ വരുന്ന സ്ഥലമാണ്. അപ്പോൾ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ, അവിടെ ഒരു എനർജിയുടെ ഒരു പ്രസൻസ് ഉണ്ട്. അപ്പോൾ അനുഭവിച്ചറിയാൻ പറ്റുന്നൊരു പ്രസൻസ് ഉണ്ട്. നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ നമ്മളുടെ ഊർജ്ജം മാറുന്നത്, ഊർജ്ജത്തിൻ്റെ ആ ഒരു എനർജി ഫ്രീക്വൻസി മാറുന്നത് ശരിക്കൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കി വെച്ചുകൊണ്ട് ഇരുന്ന് കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും. സാധാരണ നിലയിലുള്ളൊരു രീതിയല്ല അവിടെ. കുറച്ച് നേരം മെഡിറ്റേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് തന്നെ ആ ഊർജ്ജ വ്യതിയാനം നമ്മളിൽ അനുഭവപ്പെടാൻ പറ്റും. വളരെ മനസ്സ് നമ്മുടെ ശാന്തമാകും. കുറച്ച് നേരം മാനസ സരസ് നോക്കി നിന്നാൽ പോലും നമ്മളുടെ മനസ്സ് ശാന്തമാകും. അപ്പോൾ അവിടെ നമ്മുടെ റിഫ്ലക്ഷനാണ് കാണാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ ആ ജലത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ പറയാറുണ്ട് അനന്തൻ്റെ പുറത്തിറങ്ങുന്നത് പോലെയാണെന്ന് പറയാറുണ്ട്. അപ്പോൾ അതുപോലൊരു വഴുവഴുപ്പാണ് അതിനകത്തേക്ക് ഇറങ്ങുന്ന സമയത്ത്. അപ്പോൾ അതൊക്കെ ഒരു ഫീലാണ്. അവിടെ നിന്ന് നമ്മൾ പിന്നെ കല്ലുകൾ എടുത്തു, ആ ജലം എടുത്തു എന്ന് വെച്ചാൽ അത്രയും എനർജിയുള്ള
ജലമല്ലേ അത് നമുക്ക് ഇവിടുന്ന് പോയപ്പോഴേ പലരും പറഞ്ഞു മാനസരസിലെ വെള്ളം കൊണ്ടുവരണേ എന്ന് പറഞ്ഞിട്ടാണ് വിട്ടത്. അപ്പോൾ അങ്ങനെ എല്ലാവരും എടുത്തു. പിന്നെ കുറേ സമയം നമുക്ക് അവിടെ നിന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ നമ്മളുടെ മനസ്സ് അത്രത്തോളം ശാന്തമാകും. അത് അവിടുത്തെ എനർജിയുടെ പ്രത്യേകതയാണ്. അതിനുശേഷം നമ്മൾ അന്ന് അവിടെയാണ് താമസിക്കുന്നത്. താമസിക്കുമ്പോഴാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ കൈലാസ യാത്ര പോകാൻ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അവരോട് പറയാനുള്ളതും, നമ്മൾ പോകുമ്പോൾ പല വേ ഓഫ് തിങ്കിങ്ങിലുള്ളവരായിരിക്കും. ചിലരുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ കൈലാസ യാത്രയുള്ളവരുണ്ട്. അപ്പോൾ അത്രത്തോളം സ്പിരിച്വാലിറ്റി അവർ, നമ്മളൊക്കെ പോകുന്ന സമയത്ത് 41 ദിവസത്തെ വ്രതം നോക്കി മന്ത്രം ചൊല്ലി അങ്ങനെ ഭയങ്കര ഒരു രീതിയിലാണ്. എസ്പെഷ്യലി ഞാൻ പറഞ്ഞില്ലേ കുറേ അമ്മമാർ അതിനകത്തുണ്ടായിരുന്നത്. അവരൊക്കെ എത്രത്തോളം മനസ്സിനെ അതിനുവേണ്ടി ഒരുക്കി പാകപ്പെടുത്തി വന്നവരാണെന്നറിയോ. അപ്പോൾ എപ്പോൾ പോകുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പോകുന്ന ഗ്രൂപ്പ് ആരുടെ കൂടെ പോകുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. ആ സ്പിരിച്വലി നമ്മളെ കുറച്ചും കൂടി ഒരു ഹയർ ലെവലിലേക്ക് എത്തിക്കാൻ പറ്റുന്ന, ഓരോ കാര്യങ്ങളെക്കുറിച്ചും അറിവ് പകർന്ന് തരാൻ പറ്റുന്ന, അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ ആകുമ്പം വേറൊരു തലത്തിലേക്ക് നമ്മൾ എത്തും. അപ്പം അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഈ മാനസ സരോവറിലും പല പല താമസ സ്ഥലങ്ങളുണ്ട്. അപ്പം അത് അവരുടെ ഗൈഡിനെ അനുസരിച്ചിരിക്കും. നമ്മൾ പോകുന്ന ട്രാവൽ കമ്പനി അവർക്ക് എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ അവർക്ക് അതുപോലെയുള്ള ഗൈഡുകളെ സെലക്ട് ചെയ്യാൻ പറ്റും. ഈ ഗൈഡുകളാണ് പിന്നെ നമ്മളെ നിയന്ത്രിക്കുന്നത്. ചൈനയിൽ കിടന്നാൽ പിന്നെ ഈ ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഗൈഡ് ഉണ്ട്. ഈ ഗൈഡാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അപ്പം അത് നല്ല ഗൈഡാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള യാത്രയും എല്ലാ സൗകര്യവും ഉണ്ടാക്കാൻ പറ്റും. അവർക്ക് അതിനുള്ള കഴിവുണ്ടാവും. അല്ലാതെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ പൊട്ടിമുളയ്ക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പം വലിയ അറിവ് അങ്ങനെ ഇല്ലാത്ത, നമ്മൾ കണ്ടിട്ടുണ്ട് നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ഒരുപാട് പേര് അവിടെ കിടന്ന് സ്ട്രഗിൾ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഏതെങ്കിലുമൊക്കെ ട്രാവൽ ഏജൻസികൾ കൊണ്ടുപോകും, അവിടെ ഇവിടെയൊക്കെ പെട്ട് കിടക്കും. അങ്ങനെയൊക്കെയുള്ള പല പ്രയാസങ്ങളും ഇതിൻ്റെ പേരിൽ ഒരുപാട് ചതിക്കുഴികളും ഉണ്ട് ഈ ഒരു യാത്രയുടെ പുറകിൽ. അപ്പം നമ്മൾ മാനസരോവറിലാണെങ്കിൽ തന്നെ വളരെ കംഫർട്ടബിളായിട്ട് താമസിക്കാൻ പറ്റിയ സ്ഥലങ്ങളുമുണ്ട്, എന്നാൽ അല്ലാത്തതുമുണ്ട്. അപ്പം നമ്മളെ കൊണ്ടുപോകുന്ന അവരെ ഡിപ്പെൻഡ് ചെയ്യും. നമ്മളുടെ ആ ഒരു ശരിക്കും ശരീരത്തിൻ്റെ ആരോഗ്യവും വലിയ അലച്ചിലില്ലാതെ വലിയ പ്രശ്നങ്ങളില്ലാതെയൊക്കെ കടന്നു പോയാൽ നമുക്ക് അത്രയും അസുഖങ്ങളും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇവിടെ മാനസ സരസിൽ നമ്മൾ താമസിച്ചു. മാനസ സരസിൽ നിന്ന് പിന്നെ നമ്മൾ അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് ദാർശനിലേക്കാണ്. അപ്പോൾ അതിനുശേഷം യമദ്വാർ, അതാണ് അടുത്ത കൈലാസത്തിൻ്റെക്കുള്ള യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് യമദ്വാർ. അതായത് യമൻ്റെ വാതിൽ. അത് കടന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഹിന്ദു വിശ്വാസം അനുസരിച്ച് യമദ്വാര കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ ആ ആത്മാവിൻ്റെ മോക്ഷം എന്നാണ് പറയുന്നത്. അത് യമദ്വാര കാണുമ്പോൾ അത്ര വലിയ പ്രത്യേകതകളോ അത്ര വലിയ അലങ്കാരങ്ങളോ അങ്ങനെയുള്ള ഒന്നുമില്ല, ഒരു ചെറിയൊരു സ്തൂപം പോലെയാണ്. പക്ഷെ ആ വാതിലിൻ്റെ മുൻപിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിന് ശരിക്കും, ഞാൻ അവിടെ നിന്ന സമയത്ത് കൈലാസം മുൻപിൽ ഇങ്ങനെ കിടക്കുകയാണ്. അതായത് നമ്മൾ എത്ര വർഷമായി നമ്മളിങ്ങനെ മനസ്സിൽ ആഗ്രഹിച്ച, അല്ലെങ്കിൽ നമ്മൾ കാണാൻ ഏറ്റവും കൊതിച്ചു വന്ന ഈ കഷ്ടപ്പാടുകളും എല്ലാം സഹിച്ച് ആ മണ്ണിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. അപ്പോൾ ആ യമദ്വാറിൻ്റെ മുൻപിൽ നിൽക്കുമ്പം എല്ലാം ഉപേക്ഷിച്ചിട്ട് പോകണം എന്ന് അങ്ങനെ മനസ്സിലൊരു തോന്നലുണ്ടാവും. എന്നുവെച്ചാൽ ഞാനെന്ന ഭാവത്തിന്, ഞാൻ പറയില്ലേ, ഭഗവാൻ ഞാനെന്ന ഭാവത്തിനെ കംപ്ലീറ്റ് ഒടിക്കും. എത്ര വലിയ പൊസിഷനിൽ ഇരിക്കുന്നവനും കടത്തിണ്ണയിൽ ഇരിക്കേണ്ടി വരും. പിന്നെ നമ്മൾ പോകുന്ന ലോഡ്ജുകളിൽ താഴെ കുത്തിയിരിക്കേണ്ടി വരും. റൂമില്ലെങ്കിൽ അവിടെ കിടക്കേണ്ടി വരും. ഇങ്ങനെ ഞാൻ ഇതേ ചെയ്യൂ എന്ന് പറഞ്ഞ സർവ്വഭാവങ്ങളെ ഓടിച്ചിട്ട് ഞാൻ എന്തൊക്കെയാണോ ഇഷ്ടപ്പെടാത്തത് അതിലൂടെയൊക്കെ കടത്തിവിടും. അതൊരു ശരിക്കും നമ്മൾ അനുഭവിച്ചറിയും. നമുക്കൊരു കാര്യം ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ എത്തിക്കുന്നത് അങ്ങനെയൊരു സാഹചര്യത്തിലായിരിക്കും. അവിടെ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കി, പലപ്പോഴും എൻ്റെ മനസ്സിനും ഇഷ്ടപ്പെടാത്ത ചില സാഹചര്യങ്ങളിലൂടെ, നമുക്ക് വിഷമം തോന്നുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോയപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, എന്തുകൊണ്ട് ഈ സാഹചര്യം ഉണ്ടായി. അവിടെയും നമ്മൾക്ക് ട്രിഗർ ആകുന്നുണ്ടെങ്കിൽ അവൻ്റെ അർത്ഥം എന്താ, നമ്മളിൽ എന്തോ ഹീൽ ചെയ്യപ്പെടാൻ കിടപ്പുണ്ട് എന്നുള്ളതല്ലേ. ഒരു വ്യക്തിയുടെ സംസാരം നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല, അപ്പോൾ അതിൻ്റെ അർത്ഥം ശിവനെന്ന് പറഞ്ഞാൽ സർവവും വഹിക്കുന്നവനാണ്, എന്തും നിർവികാരനാണ് അല്ലേ. ആ ഒരു തത്വത്തിലേക്കാണ് നമ്മൾ എത്തുന്നത്. അവിടെ നമ്മൾ എന്തുകൊണ്ട് വീണ്ടും വീണ്ടും ട്രിഗർ ആകപ്പെടുന്നു. അപ്പോൾ അവിടേക്ക് എത്തിക്കാൻ, നമ്മളുടെ ആ ഒരു ബോധത്തിനെ ഉണർത്താൻ വേണ്ടി നമ്മളിലേക്ക് വരുന്ന ഓരോ സാഹചര്യങ്ങളാണത്. അതിനെ അങ്ങനെയൊന്ന് കണ്ടാലേ കുറച്ചും കൂടി നമ്മളുടെ ബോധത്തിൻ്റെ തലത്തിനൊരു പരിണാമം ഉണ്ടാവും. ആ വ്യക്തി എങ്ങനെയാണെങ്കിലും നമ്മൾ ട്രിഗർ ആകണ്ട, അവരങ്ങനെയാണ്, ജസ്റ്റ് അക്സെപ്റ്റ് ഇറ്റ്.
സാഹചര്യങ്ങൾ അങ്ങനെയാണ്. എതിർക്കാൻ നോക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നം വരുന്നത്. എന്തുകൊണ്ട് ഈ സാഹചര്യം ക്വസ്റ്റ്യൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ സ്ട്രെസ്സേ ഉണ്ടാവുള്ളൂ. പക്ഷെ ആ സാഹചര്യത്തിലൂടെ അതാണ് റിയാലിറ്റി. ഞാനിപ്പോൾ കടന്നു പോകുന്ന സാഹചര്യം അത് യാഥാർത്ഥ്യമാണ്, അതിലൂടെ എനിക്ക് കടന്നു പോയേ പറ്റുള്ളൂ എന്ന് നമ്മുടെ മനസ്സിനെ നമ്മളൊന്ന് പഠിപ്പിച്ചു കഴിഞ്ഞാൽ വളരെ കൂളായി നമുക്ക് കടന്നു പോകാം. സ്ട്രെസ്സോ പ്രഷറോ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള അനവധി സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടും. ഇതിലൂടെയെല്ലാം ഭഗവാൻ നമ്മെ പഠിപ്പിക്കുകയാണ്, കുറച്ചും കൂടി ബോധത്തിൻ്റെ ഉയർന്ന തലത്തിലേക്ക് നീ എത്തൂ എന്നുള്ളത്. അതൊക്കെ തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ നിശബ്ദതയിൽ നമ്മൾ ഇരിക്കണം എന്ന് തോന്നാറുണ്ട്. ഈ യാത്രകൾ നമ്മളെ അതിന് സഹായിക്കും. പലപ്പോഴും പലരും പല രീതിയിലായിരിക്കും. ചിലർക്ക് ബഹളം വെക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് പാട്ട് പാടുന്നതായിരിക്കും ഇഷ്ടം, ഡാൻസ് കളിക്കുന്നതായിരിക്കും. പക്ഷെ ഞാൻ ആലോചിക്കുന്നു, ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടങ്ങളാണ്, അതെല്ലാം അവരുടെ ശരികളാണ്. പക്ഷേ കൈലാസ യാത്ര എന്ന് പറയുന്നത് ഒരു ബോധ പരിണാമ യാത്ര കൂടിയാണ്. അവിടെ നിശബ്ദത വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. നമ്മുടെ മുൻപിലേക്ക് വരുന്ന ഓരോ വ്യക്തികളാകട്ടെ സാഹചര്യങ്ങളാകട്ടെ അവയെ നമ്മൾ ആ ബോധത്തോടു കൂടി അനലൈസ് ചെയ്ത് എന്തുകൊണ്ട് എന്ന് ചിന്തിച്ചാൽ അവിടെ കുറച്ചും കൂടി ഉയർന്ന തലത്തിലേക്ക് നമുക്ക് ഉയരാൻ കഴിയും, ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് പകരം. അപ്പം ഇങ്ങനെയുള്ളൊരു ബോധപരിണാമ യാത്രയായി ആ കൈലാസ യാത്രയെ കാണുന്നവരുണ്ടെങ്കിൽ തിരിച്ചു വരുന്ന സമയത്ത് നമ്മളുടെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റമുണ്ടാകും. നമുക്ക് നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ, നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന വ്യക്തികളെ ആസ് ഇറ്റ് ഈസ് അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു കഴിവുണ്ടാകും. അതൊക്കെ നമ്മൾ ആ യാത്രയിൽ നിന്ന് പഠിക്കും. ഒരുപാട് ഇടങ്ങളിൽ ഭഗവാൻ കൊണ്ടിടും, അത് ഉറപ്പുള്ള കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ കൈലാസ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് കൈലാസ യാത്ര നമ്മൾ പ്ലാൻ ചെയ്യില്ലേ, ആ മനസ്സിൽ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ആ ആത്മാവിൽ പരിണാമം ഉണ്ടാവുക, കർമ്മങ്ങളെ പ്യൂരിഫൈ ചെയ്യാൻ തുടങ്ങും. അത് ഈ കൈലാസ യാത്രയ്ക്ക് പോകുന്ന ഓരോരുത്തരൊന്ന് ആലോചിച്ചാൽ മതി. നമ്മൾ എന്നും മനസ്സിൽ കുറിച്ചിട്ടോ ആ യാത്രയ്ക്കായി തയ്യാറെടുത്തോ അന്ന് തൊട്ട് നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ അപ്രതീക്ഷിതമായ സംഭവങ്ങളായിരിക്കും വരുന്നത്.